ശ്രീ രാഹുൽ ഈശ്വർ, നമുക്ക് വലിച്ചു നീട്ടാനില്ല ഒറ്റ ചോദ്യം സ്പെസിഫിക് ആയിട്ട്. കാരണം ഈ രഞ്ജിത്തും ഇപ്പറയുന്ന സിദ്ദീഖും നിയമ നടപടിക്ക് വിധേയരാകേണ്ടവരല്ലേ? അവർക്കെതിരെ കേസ് എടുക്കണ്ടേ? അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ അവരും കേസ് കൊടുക്കണം. ഡിഫമേഷൻ കേസ് ശ്രീ രഞ്ജിത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുധീഷ് ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാജ ആരോപണങ്ങളാണെങ്കിൽ ഈ ആരോപണം നടത്തിയ ഒറ്റ ആളെയും വെറുതെ വിടരുത്. അവർക്ക് അതേപോലെ അനുഭവിക്കാൻ കഴിയണം. കാര്യം സമൂഹത്തിൽ നിലയുള്ളവരെ അപമാനിച്ച് സ്വയം സ്റ്റാർ ആവാൻ നോക്കുന്നവർക്ക് അതിന് തക്ക പ്രതിഫലം വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വേട്ടയാടലിന്റെ ഏറ്റവും വലിയ ഇര നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു. സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അബ്സല്യൂട്ട്ലി കള്ളപ്പരാതി ഒരു കമ്മീഷന് മുമ്പിൽ കൊടുക്കുകയും അത് അന്വേഷിക്കുകയും ഉമ്മൻചാണ്ടി സാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ അപമാനിച്ചു, അധിക്ഷേപിച്ചു. കാലം ഒന്നിനും കണക്ക് ഉമ്മൻചാണ്ടിയെ ചേർത്ത് വെക്കരുത്, ഉമ്മൻചാണ്ടിയെ ചേർത്ത് വായിക്കരുത്. ദയവായി ഉമ്മൻചാണ്ടിയെ ചേർത്ത് വായിച്ച് ഈ സ്പെസിഫിക് കേസിൽ, കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കേസല്ലത്. ഇത് ഇവിടെ ഒരു പെൺകുട്ടി വന്ന് പൊള്ളുന്ന വേദനയോട് കൂടി ഒരു പെൺകുട്ടി പറയുകയാണ് രാവിലെ വന്ന്. താങ്കൾ എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ആരുടെ പക്ഷത്താണ്? താങ്കൾ വേട്ടക്കാർ ഒരു കാര്യം പറഞ്ഞു, താങ്കൾ അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ വേട്ടക്കാരന്റെ പക്ഷത്താണ്. പ്രജീഷ് കൈപ്പള്ളി ചോദ്യം ചോദിക്കേണ്ട, ഞാൻ വേട്ടക്കാരന്റെ പക്ഷത്താണെന്ന് പറയണം. തുറന്ന് ആദ്യം മറുപടി പറഞ്ഞോട്ടെ. ഏത് വേട്ടക്കാരൻ? ആരാണ് വേട്ടക്കാരൻ? ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനായിരുന്നു. സരിത പരാതി എഴുതി കൊടുക്കുമായിരുന്നു. ഇവരെ പോലെ ആരോപണം ഉന്നയിക്കുകയല്ല. സരിത പരാതി എഴുതി കൊടുക്കുമായിരുന്നു. സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റ് അടക്കം കൊടുക്കുകയായിരുന്നു. ആർക്കെതിരെയും വ്യാജ പരാതി ഒന്നുകൂടെ നമ്മുടെ സമൂഹത്തിൽ. ഇനി രണ്ട്, ശ്രീ പ്രജീഷിന് എന്റെ വക ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, എല്ലാ മീഡിയക്കാർക്കും ഉണ്ട്. അത് മാധവൻകുട്ടി സാർ എഴുതിയ ഒരു കാര്യമാണ്. നമ്മളെല്ലാം എടുത്തു വെക്കേണ്ടതാണ്. നമുക്കൊരു 80 വയസ്സാകുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടാൻ സരിതാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണങ്ങൾക്ക് ദേശാഭിമാനി കൺസൾട്ടിംഗ് ശ്രീ രാഹുൽ ഈശ്വർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കേസായാലും തുടർന്ന് വന്ന കേസല്ല, എങ്ങനെയാണ് പോയത്? അവർക്കെതിരെ എഫ്ഐആർ ഇട്ടു. അതിന്റെ നടപടിക്രമങ്ങളിലൂടെയാണ് പോയത്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഈ രണ്ട് വ്യക്തികൾക്കെതിരെ എഫ്ഐആർ ഇടണോ വേണ്ടയോ? വേണമെങ്കിൽ ബാക്കി തുടർ നടപടികൾ പോട്ടെ. അതിനുശേഷം ഈ രണ്ട് കേസ്, താങ്കൾ രാഹുൽ ഈശ്വർ പറഞ്ഞ രണ്ട് കേസുകളിലും എഫ്ഐആർ ഇട്ട കേസുകളാണ്. ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കെതിരെ എഫ്ഐആർ ഇടണോ വേണ്ടയോ? എഫ്ഐആർ ഇടണോ വേണ്ടയോ? ബാക്കിയുള്ളവർ ട്രയൽ നടക്കണോ വേണ്ടയോ? അയ്യോ, ട്രയൽ നടക്കണമെന്നല്ല, ഇവര് കേസ് കൊടുക്കുന്നുണ്ട്. രഞ്ജിത്ത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ട്. അത് സെക്കൻഡറി. ഇവിടെ ഇരയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി വിക്ടിമാണ്. താങ്കൾ ശ്രീ രാഹുൽ ഈശ്വർ, വിക്ടിമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് മാതൃഭൂമി ന്യൂസ് രാവിലെ മുതൽ ഓരോ ആളുകളുടെയും പ്രതികൾ നടത്തുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി വിക്ടിമാണ്. ഒരു സെക്കൻഡ്, ഇരയാണെന്ന് പ്രജീഷിനോടോ എന്നോടോ ആര് പറഞ്ഞു? ഇത് ആരോപണമാണോ വെളിപ്പെടുത്തലാണോ നമ്മളോട് ആര് പറഞ്ഞു? അതിന് അന്വേഷണം വേണ്ടേ? ആരാണ് നടത്തേണ്ടത്? ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് ഞാനാണ് നടത്തേണ്ടത്. രാഹുൽ ഈശ്വറാണ് നടത്തേണ്ടത്. ആരാണ് നടത്തേണ്ടത്? അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇനിയും പോലീസ് പൊട്ടി വീഴുമോ രാവിലെ? സാർ മറുപടി പറഞ്ഞോട്ടെ. ഇനി പേടിക്കണ്ട, എന്തായാലും നടത്തിയേ പറ്റും. ശ്രീ രഞ്ജിത്ത് മാനനഷ്ട കേസുമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ വിഷയം രഞ്ജിത്തിന്റെ മാനനഷ്ട കേസ് സെക്കൻഡറി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്ത്രീ 0 FIR വിട്ടോ. ഇന്ന് ലളിതാകുമാരി കേസിന് ശേഷം ഇന്ത്യയിൽ എവിടെ ഇരുന്നും പരാതി കൊടുക്കാം. 0 FIR. അതായത് വെസ്റ്റ് ബംഗാളിൽ ഇരുന്ന് വെറുതെ വെയിലയച്ചാൽ എന്താ സ്ത്രീയുടെ പരാതി കൊടുക്കാത്തത്? എന്താണ് സിദ്ദീഖിനെതിരെ പരാതി കൊടുക്കാത്തത്? എന്താണ് സുധീഷിനെതിരെ പരാതി കൊടുക്കാത്തത്? ഇവരെല്ലാം നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്ത് കാണും? 199 അങ്ങ് വായിച്ചോ? 199 അങ്ങ് വായിച്ചോ? പറഞ്ഞോട്ടെ, താങ്കൾ മറുപടി അവസരം കൊടുക്കും. ദിലീപിനെ കേസിൽ കുടുക്കിയിട്ട് എന്തായി? ദിലീപിനെ മൂപ്പിച്ച തീർന്നു പറഞ്ഞിട്ട് എന്തായി? ദിലീപ് ഇനി നിരപരാധിയായി വരുന്നതാണ് കേരളം കാണാൻ പോകുന്നത്. അതേപോലെ ഇവർ ഓരോരുത്തരും അപമാനമാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ അപമാനമായി മാറല്. ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. എപ്പോഴും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അങ്ങ് ദിലീപിനെ വെള്ളപൂശിക്കൂ. ഇന്ന് മൊത്തം കണ്ണീരോടുകൂടി വരുന്ന പെൺകുട്ടികളെ മുഴുവൻ സെക്കൻഡറി ആയിട്ടും വേട്ടക്കാരനെ പ്രൈമറി ആയിട്ടും അങ്ങ് പറയരുത് ദയവായി.
ശരി പറയട്ടെ. എനിക്കൊരു രണ്ടുപേര് പറയാൻ അവസരം. ദിലീപിനെ വെള്ളപൂശമൊന്നുമില്ല. ദിലീപ് നിരപരാധിയാണ്. ദിലീപിനെതിരെ കള്ളപ്പരാതിയാണെന്ന് തെളിയും. ഇത്രയും കാലം കോടതി നടപടികളുണ്ട്. അതാണ് കേരളത്തിൽ തെളിഞ്ഞത്. ഈ പറയുന്ന ഓരോ കള്ളങ്ങൾ വഴിഞ്ഞു വീഴും. ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം. നാളെ ശ്രീ പ്രജീഷ് കൈപ്പള്ളിക്കെതിരെ വ്യാജ ആരോപണം വന്നാലും ഇവിടെ ആരും കാണില്ല. രാഹുൽ ഈശ്വറിനെതിരെ വ്യാജ ആരോപണം വന്നാൽ ആരും കാണില്ല. കല്ലെറിയാൻ നിൽക്കുന്ന താലിബാൻ കൂട്ടങ്ങളെ പോലെ സൈഡിൽ നിന്ന് നമ്മളെ കല്ലെറിയത്തേ ഉള്ളൂ. അതായത് താലിബാൻ ഒരു വരി പറയട്ടെ. ഞാൻ അദ്ദേഹത്തിലേക്ക് ശ്രീ രാഹുൽ താങ്കൾക്ക് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്ന ഒറ്റേ ഉള്ളൂ. ഒറ്റ കാര്യം, ഡയറക്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതായത് ഈ പറയുന്ന ഈ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം തെറ്റാണോ ശരിയാണോ? അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാൽ അതിന്റെ പിന്നീട് വശങ്ങളുണ്ട്. ഈ പെൺകുട്ടി അല്ല ഞാൻ തെറ്റോ ശരിയോ ഞാൻ നിർവചിക്കുകയല്ല. ഈ പറയുന്ന പ്രൈമറിയുള്ള ആരോപണങ്ങൾ ഒരു പെൺകുട്ടി വരുമ്പോൾ അതിലെന്താണ് ചെയ്യേണ്ടത്? 2019 ഓൾറെഡി വന്നതല്ലേ. ഇത് പുതിയ ആരോപണമൊന്നും അല്ലല്ലോ. 2019 14 പേർക്ക്, ആദ്യം 21 പേർക്കെതിരെ പറഞ്ഞതല്ലേ. ഇന്ന് അഭിൽ ദേവ് എന്ന് പറയുന്ന വ്യക്തി, ഇതേ വ്യക്തി ഈ പെൺകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? അഭിൽ ദേവ് എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു വരി പറഞ്ഞ അവസാനിപ്പിച്ചു. ഞാൻ ഒരു വരിയെ എടുക്കൂ. അതായത് ഒരു വരിയെ ഞാൻ എടുക്കൂ. താലിബാന് സ്ത്രീകളെ കല്ലെറിയുന്നതാണ് താല്പര്യം. ഇവിടെ കേരള മീഡിയക്ക് പുരുഷന്മാരെ കല്ലെറിയുന്നതാണ് താല്പര്യം. നിങ്ങൾ തമ്മിൽ ക്വാളിറ്റേറ്റീവായ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് ഈ കേസുകളുടെ ഫലം വരുമ്പോൾ. ശരി, തീർച്ചയായും.